തലസ്ഥാനത്ത് ഭീതി പരത്തുകയാണ് ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ. കഴിഞ്ഞ ദിവസം കരമനയിലെ കൊലപാതകത്തിന് പിന്നാലെ പാറ്റൂരിൽ വീണ്ടും ഗുണ്ട ആക്രമണം. കിരൺ എന്ന യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചതാണ് പരാതി. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന നിധിനും സംഘവും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ലഹരിമരുന്ന് കേസിൽ പെടുത്തുമെന്ന ഭീഷണിയെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച കിരൺ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എട്ടാം തീയതി അർദ്ധരാത്രി പാറ്റൂർ ആർടെക് ഹാളിന് മുന്നിൽ നിന്നാണ് കിരണിനെ തട്ടിക്കൊണ്ടുപോയത്. 1 മണിക്കൂറിലേറെ മർദ്ദിച്ച ശേഷം ഉള്ളൂരിൽ ഉപേക്ഷിച്ചു. കാറിനകത്തോട്ട് എന്നെ 3 പേരുടെ വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോകണ കണക്കിന് വലിച്ചു കയറ്റിയിട്ട് എന്നെ അവിടെ നിന്ന് നേരെ ആ കാറിനകത്തിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ആളാനൊക്കെയില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബാക്കി ഇരുന്ന ആള് ചവിട്ടി താഴോട്ടിട്ടിട്ട് എൻ്റെ കയ്യിലോട്ടൊരു വെട്ടി സംഭവിച്ചത്. നേരത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്ത് നിതിനും കിരണും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്മാറിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് കിരൺ പറയുന്നു. അവർക്ക് എതിരെ ഞാൻ ഇവന്റ്സ് ഇപ്പോൾ ചെയ്തു. ഞാൻ ഇതൊരു ഇവന്റ് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ള കണക്കിലാണ്. പുള്ളിയുടെ ബിസിനസ്സിന് ഞാനിപ്പോൾ ഒന്നും സഹകരിക്കാറില്ല. അപ്പോൾ ആ സഹകരിക്കാത്തതിന്റെ കലിയിലാണ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പൈസ ഉള്ളവർക്ക് എന്തോ ആവുന്ന കണക്കിലാണ് എന്റെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ച് ഒന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയതോടെ കേസ് പിൻവലിക്കാനായി സമ്മർദ്ദം. കേസ് പിൻവലിച്ചില്ലെങ്കിൽ പെണ്ണ് കേസിലും ലഹരിമരുന്ന് കേസിലും പെടുത്തുമെന്നാണ് ഭീഷണി. നിന്റെ പേരിൽ ഏതോ ഒരു ഡ്രഗ്സ് കേസ് അവന്മാര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നിനക്ക് പിന്നെ തെളിവിന് വേണ്ട വേറെ ഇതൊന്നും വേണ്ട. വിവിയുടെ കൂടെയൊക്കെയാണ് നീ ബെസ്റ്റ് ഫ്രണ്ട്സ്. മനസ്സിലായ? വിവിക്ക് ഇപ്പൊ ഗ്യാസ് ഉള്ളത് കൊണ്ട് അവന്മാർക്ക് സിമ്പിളായിട്ട് അത് ഗ്യാസ് എടുത്ത് തലയിൽ വെച്ച് തരാൻ പറ്റും. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വീഡിയോ അടക്കൊണ്ട് നിന്റെ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് കാണിക്കും. അവൻ പക്കാ പെണ്ണോടിയനാണെന്ന് നിന്റെ പെണ്ണിന്റെ വീട്ടിൽ അറിയിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് കിരൺ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്നലെ വൈകുന്നേരം പുറത്തു പോയിട്ട് വന്നിട്ട് പറഞ്ഞ അച്ഛാ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഇത്രയും പരാതി കൊടുത്തിട്ട് ആ പരാതി പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഏത് ഭാഗത്ത് കണ്ടാലും അടിച്ച് ശരിയാക്കി കളയുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കും, അതുപോലെ നർക്കോട്ടിക് കേസിൽ പ്രതിയാക്കും, അതിനുള്ള ആംബിയർ എനിക്കുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവൻ കയ്യിരുന്ന കുറച്ച് ടാബ്ലറ്റ് എന്താണ് വായിലിട്ട് വെള്ളവും കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. കിരണിന്റെ പിതാവിന്റെ പരാതിയിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറാണ് കേസ് അന്വേഷിക്കുന്നത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നിതിൻ മസ്കറ്റിലേക്ക് കടന്നു. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങൾ ഇയാൾക്കായി രംഗത്തുണ്ടെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.